നമസ്കാരം. മുഖ്യമന്ത്രി കുപ്പായമിട്ട വി ഡി സതീശനിൽ ഞാൻ ആ പഴയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കണ്ടു. ഇടയ്ക്കൊക്കെ വേണ്ടി നിലനിൽപ്പിന് വേണ്ടി നുണകൾ മാറ്റി മാറ്റി പറയുന്ന ആ വി ഡി സതീശനെ. അതെ, മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളുടെ മുമ്പിൽ ചിരിച്ചു കളിച്ചിരിക്കുന്ന വി ഡി സതീശൻ താൻ വളരെ സിമ്പിളനാണെന്നും താൻ ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമവും മാധ്യമങ്ങളെ സോപ്പിടാനുള്ള ശ്രമവും നടത്തുകയാണ്. ആദ്യം തന്നെ നമുക്ക് ആ രംഗം കണ്ട ശേഷം ബാക്കി ചർച്ച ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ കാണേണ്ടി വരും അല്ലേ? നോക്കാം, പറ്റുമെങ്കിൽ എത്തും. നിങ്ങളോട് പറയല്ലേ പറയണ്ട ആദ്യം. ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്ത് രഹസ്യം ഉണ്ടെങ്കിലും ആദ്യം നിങ്ങളോടെ പറയുള്ളൂ. എന്തിനാണ് വി ഡി സതീശൻ ഇങ്ങനെ എപ്പോഴും ചിരിക്കുന്നത് എന്നല്ലേ? വി ഡി സതീശനെ പ്രകോപിതനായി നമ്മൾ പലപ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കെ കണ്ടിട്ടുണ്ട്. മാധ്യമങ്ങളെ ശകാരിക്കുന്ന, മാറി നിൽക്കങ്ങോട്ട് എന്ന് പറയുന്ന വി ഡി സതീശനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നതിനൊരു കാരണമുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ചിരിക്കാത്ത ഒരാളായിരുന്നു എന്നാണല്ലോ പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളും ഒക്കെ വരുത്തി തീർത്തിരുന്നത്. സത്യത്തിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്നായി ചിരിക്കുന്ന ഒരാളായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരാളായിരുന്നില്ല എന്ന് വരുത്തി തീർക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു അജണ്ടയായിരുന്നു. നാട്യങ്ങളില്ലാത്ത ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ. അതുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചിരിച്ചിരുന്നില്ല. എന്നാൽ ഇത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും മാധ്യമങ്ങളിൽ വാർത്ത വരാൻ വേണ്ടിയും ഒക്കെയാണ് വി ഡി സതീശൻ ഇങ്ങനെ ചിരിക്കുന്നത്. ചിരിച്ചുകൊണ്ടൊന്നും മുഖ്യമന്ത്രി സൂപ്പറാണ് എന്ന് ജനം പറയില്ല മിസ്റ്റർ വി ഡി സതീശൻ. അത് പ്രവൃത്തിയിലൂടെ കാണിക്കുക വേണം. എന്തായാലും വി ഡി സതീശൻ ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് 2 ഗ്യാരണ്ടികളെ പറ്റി പറയുന്ന കാഴ്ച കണ്ടു. ഞാൻ സത്യം പറഞ്ഞെന്ന് വിചാരിച്ചത്, അതായത് മുഖ്യമന്ത്രിയായ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു, ഇന്ദിരാ ഗ്യാരണ്ടി മുഴുവൻ എപ്പോൾ തന്നെ നടപ്പിലാക്കും എന്നാണ് വിചാരിച്ചത്. കാരണം അവരുടെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിരുന്നതും ഇലക്ഷൻ സമയത്ത് അവർ പറഞ്ഞിരുന്നതും, അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും എന്നാണല്ലോ. എന്നാൽ 2 ഗ്യാരണ്ടികൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ആ 2 ഗ്യാരണ്ടികൾ നമുക്കൊന്ന് കേൾക്കാം. യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കേട്ടല്ലോ, ഒന്നാമത്തെ ഗ്യാരണ്ടി ആയിട്ട് അദ്ദേഹം പറയുന്നത് ജൂൺ 15 മുതൽ, അതായത് KSRTC-യിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്നാണ് പറയുന്നത്. ഈ സൗജന്യ യാത്ര എന്ന് പറയുന്ന ഈ കിടുതാപ്പിൽ കുറെ ആളുകൾ ചാടിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ കഴിയും എന്നൊക്കെ ഓർത്ത് ഇത് നല്ലൊരു ഓപ്ഷൻ ആണല്ലോ എന്ന് ഓർത്ത് ഊട്ടിയത് ഒരുപാട് ആളുകളുണ്ടെന്ന് വി ഡി സതീശനും സംഘത്തിനും അറിയാം. അപ്പോ സത്യപ്രതിജ്ഞ ചെയ്ത് പിറ്റേ ദിവസം മുതൽ വനിതകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ കഴിയുമെന്നൊക്കെയാണ് പലരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ പറയുന്ന ജൂൺ 15 വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. സ്വാഭാവികമായി നമുക്ക് അദ്ദേഹത്തിന് സമയം കൊടുക്കാം. അത് ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യേണ്ടതായിരുന്നു, അത് അദ്ദേഹം ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ 15-ാം തീയതി മുതൽ എങ്ങനെയെന്ന് മാധ്യമപ്രവർത്തകരെ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ വി ഡി സതീശൻ നൽകുന്ന ഉത്തരം ഒന്ന് കേൾക്കട്ടെ. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. അതായത് ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. അതായത് 15-ാം തീയതി മുതൽ യാത്ര ചെയ്യാൻ കഴിയും എന്ന് മാത്രമേ വി ഡി സതീശൻ പറയുന്നുള്ളൂ. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ പലതും പറഞ്ഞിരുന്നു. പിന്നീട് വി ഡി സതീശൻ അടുത്ത് ചോദിക്കുമ്പോൾ വി ഡി സതീശൻ എനിക്കത് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വി ഡി സതീശന്റെ ആ സ്വഭാവം ആരും ഓർത്തെടുക്കാതിരിക്കാൻ വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിന് ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. പറഞ്ഞ വാക്ക് വിഴുങ്ങാൻ പാടില്ല വാക്കാണ്. പണ്ട് പറഞ്ഞ വാക്ക് വിഴുങ്ങാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് വി ഡി സതീശൻ ഒരു വിഴുങ്ങിയ പ്രഖ്യാപനം കൂടി നടത്തി. അതായത് ആശമാരുടെ മിനിമം വേതനം 21,000 രൂപയാക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എന്ന് പറഞ്ഞ് ഒപ്പിടും എന്നല്ലേ നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞിരുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി പറയുകയാണ് 3,000 രൂപ വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ. 3,000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 12,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 21-ന്റെ 1 ഇപ്പറിയിട്ട് അത് 12,000 ആക്കി. കഷ്ടം തന്നെ മുഖ്യമന്ത്രി, കഷ്ടം തന്നെ എന്ന് പറയാതെ വയ്യ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ആശമാരൊക്കെ ഇപ്പൊ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒന്നും അല്ലല്ലോ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ സതീശൻ പറഞ്ഞത് എന്ന മട്ടിലായിട്ടുണ്ട്. അവർക്ക് 3,000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുകയാണ്. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. സതീശൻ 21,000 എന്ന് പറഞ്ഞു. ഇപ്പോ നോക്കൂ, വെറും 3,000 രൂപ മാത്രം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വെറും 12,000 രൂപ മാത്രം. 21,000 രൂപ സ്വപ്നം കണ്ടു നടന്ന ആശമാരെ നൈസായി നമ്മുടെ മുഖ്യമന്ത്രിയും UDF സർക്കാരും പറ്റിച്ചിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയല്ല,
നമ്മുടെ മാധ്യമങ്ങൾ ഇത് അന്തിച്ചർച്ച ചെയ്യുകയില്ല. അതായത് 21,000 കൊടുക്കാമെന്ന് പറഞ്ഞ UDF 12,000 കൊടുത്തു പറ്റിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മാധ്യമവും അന്തിച്ചർച്ച നടത്തില്ല. കാരണം ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് സതീശൻ എന്നാണ്, പിണറായി വിജയൻ എന്നല്ല. ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്നത് UDF ആണ്, LDF അല്ല. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം, എന്തും പറയാം, ആരെയും പറ്റിക്കാം. ഇവിടെ ആരും ചോദ്യം ചെയ്യില്ല. മാധ്യമങ്ങൾ അവർക്കൊപ്പമാണ് എന്നുള്ളതാണ്. അല്ലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ശ്രീകണ്ഠൻ MP-യുടെ ഭാര്യ തുളസി മന്ത്രിയാണെന്നേ. അതായത് ഒരു വീട്ടിൽ നിന്ന് തന്നെ MP-യും MLA-യും മന്ത്രിയും. ഇവിടെ വാർത്തയുണ്ടോ? ഇല്ല. ദേ മുഹമ്മദ് റിയാസ് പിണറായി വിജയന്റെ മരുമോനാണ് എന്ന് പറഞ്ഞ് ഇവിടെ വാർത്തയുണ്ടായിരുന്നല്ലോ. എന്തിന്? ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഗോവിന്ദൻ മാഷിനെതിരെ വന്നത്. അങ്ങനെ എത്ര വാർത്തകൾ പടച്ചുവിട്ട മാധ്യമങ്ങളാണല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പൊ തുളസിയുടെ കാര്യത്തിലും ശ്രീകണ്ഠന്റെ കാര്യത്തിലും ഒന്നും മിണ്ടുന്നില്ല. വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ച. എന്താണ് മാധ്യമങ്ങളുടെ വാർത്ത? വല്ലാത്തൊരു അവസ്ഥ തന്നെ എന്ന് പറയാതെ വയ്യ. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഴുങ്ങുന്നുണ്ടെങ്കിലും ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഇവിടെ മാധ്യമങ്ങളുണ്ട്, ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുണ്ട്. എന്തായാലും സഭ ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ അടിക്കാനുള്ള വടി എടുത്തോളൂ എന്ന് പറഞ്ഞ് സതീശൻ തന്നെ കൊടുത്തിട്ടുണ്ട്. സതീശ, പ്രതിപക്ഷ നേതാവിനെ പോലെ അത്ര എളുപ്പമൊന്നുമല്ല മുഖ്യമന്ത്രി കസേരയിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത്. എന്തായാലും പ്രതിപക്ഷം എന്ന നിലയിൽ ഒരുപാട് നുണയൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് മിസ്റ്റർ VD സതീശൻ. എന്തായാലും സഭ ആരംഭിക്കുമ്പോൾ പിണറായി വിജയൻ ചോദിക്കും സതീശനോട്, എവിടെയാ 21,000 രൂപ എന്ന്. ആശമാരുടെ സമരപ്പന്തലിൽ പോയി UDF-ന്റെ എല്ലാ നേതാക്കളും പ്രസംഗിച്ചിരുന്നു. ഞങ്ങൾ 100 സീറ്റിന് മുകളിൽ സീറ്റുകളോടെ അധികാരത്തിൽ വരും, അങ്ങനെ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ 21,000 രൂപ മിനിമം വേതനമായി ആശമാരുടെ ഉയർത്തും എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം പിണറായി വിജയനെ ഏതൊക്കെ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് എണ്ണി പകരം ചോദിക്കും പിണറായി വിജയൻ. അതെ, പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായമിട്ട് അദ്ദേഹം ഇങ്ങനെ വന്നു നിന്ന് VD സതീശനോട് ചോദിക്കും, നിങ്ങൾ എന്തിന് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുവെന്ന്, എവിടെ സൗജന്യ യാത്രയെന്ന്, എവിടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റിയതെന്ന്. അപ്പോൾ VD സതീശൻ ബബ്ബ അടിക്കുകയല്ലാതെ വേറെ വഴിയില്ല. നിങ്ങൾ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇത്തരം സംഭവങ്ങൾ സഭയിൽ പ്രതിപക്ഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ, ഭരണപക്ഷം ചർച്ച ചെയ്യാമെന്ന് അവർ പറയുമ്പോൾ അതിന് അനുമതി കൊടുക്കുമ്പോൾ പണി പാളയിലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രതിപക്ഷമായിരുന്നില്ലേ നിങ്ങൾ? എന്നാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അങ്ങനെ ആയിരിക്കില്ല. അതായത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ, നിങ്ങൾ അനുമതി കൊടുത്താൽ ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിങ്ങളെ കൊണ്ട് വെള്ളം കുട്ടിപ്പിക്കുന്ന, ഉത്തരം മുട്ടിക്കുന്ന ഒരു പ്രതിപക്ഷത്തിനെ ആയിരിക്കും പിണറായി വിജയനിലൂടെ കാണാൻ പോകുന്നത്. നമ്പർ വളരെ ചെറുതാണ്, പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന കൊമ്പനെ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? അതുകൊണ്ട് എന്തായാലും തുടക്കം തന്നെ UDF-ന് പിഴച്ചിരിക്കുന്നു. UDF-ന്റെ തുടക്കത്തിൽ തന്നെയുള്ള പ്രഖ്യാപനങ്ങൾ കല്ലുകടിയായിരിക്കുന്നു. തുടക്കം തന്നെ സതീശന് വലിയ രീതിയിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഖജനാവിൽ പൈസ ഉണ്ടായിരുന്നിട്ടും പാവപ്പെട്ട ആശമാരെ പറ്റിച്ചിരിക്കുന്നു. ഖജനാവിൽ പൈസ ഉണ്ടായിട്ടും ഈ ആശമാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ കൊടുക്കാതെ ഒരു 3,000 രൂപ വർദ്ധിപ്പിച്ചത് എന്തോ പെരുപ്പിച്ച് പറയുന്നു. ഇതല്ല UDF സർക്കാരിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നത്, ഇതല്ല സതീശനിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നത്. ഇനി ഖജനാവിൽ പണമില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതൊരു കള്ളമാണെന്നുള്ള കാര്യം മറ്റൊരു വസ്തുത. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള ഈ പൈലറ്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുക. നിങ്ങൾ ആഡംബര വസ്തുക്കളിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി വരാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു വാടക വീടെടുത്ത് അവിടെ നിന്ന് പോയി വരാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. അല്ലാതെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഇങ്ങനെ ആഡംബര ജീവിതം നയിച്ചുകൊണ്ട് ഖജനാവിൽ പൈസ ഇല്ല എന്ന് പറയുന്നത് കാര്യമില്ല. അതൊന്നും ഞാൻ നേരത്തെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 10,000 വണ്ടികളുടെ നടുക്കിലൂടെ ഇങ്ങനെ ഷോ കാണിക്കാനൊന്നും അല്ല ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അങ്ങനെ ഷോ കാണിക്കുന്ന ആളായിരുന്നു മറ്റ മൂപ്പര് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് മറ്റ മൂപ്പരെ പോലെ കാണാനല്ല ജനം ഈ മൂപ്പരെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയനേക്കാൾ മുകളിൽ നിൽക്കണം VD സതീശൻ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിലാണ്. കുറെ ഇടങ്ങളിൽ പോയി ഈ ഫോട്ടോഷൂട്ട് നടത്തിയത് കൊണ്ടോ, കുറെ ആൾക്കൊപ്പം നിന്ന് പടം പിടിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ കുറെ ഇടങ്ങളിൽ ചെന്ന് റീൽസ് ചെയ്തതുകൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല മിസ്റ്റർ മുഖ്യമന്ത്രി VD സതീശൻ. VD സതീശനിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു നേതാവാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നിരവധി കാര്യങ്ങൾ ചെയ്യുമെന്ന് കരുതുന്നു. അത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങൾ വരും ദിവസങ്ങളിൽ എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എക്കാലത്തും മാധ്യമങ്ങൾ ഇങ്ങനെ സോപ്പിട്ട് പിടിച്ചു നിർത്താൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി VD സതീശൻ നേരത്തെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ വന്നിരുന്നു, 1 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തും, എന്തെങ്കിലും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് തന്നെയല്ലേ മിസ്റ്റർ VD സതീശൻ നിങ്ങളിപ്പോൾ ചെയ്തത്? ഈ സൗജന്യ യാത്രയെ പറ്റി മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ എന്ത് ചോദ്യത്തെ പറ്റി ചോദിക്കുമ്പോൾ ജപ ഇത് തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? 1 മണിക്കൂർ പോയിട്ട് ഒരു അരമണിക്കൂറും ഒന്ന് തികച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ താങ്കൾ കഴിഞ്ഞു. എന്തോ ആകട്ടെ, ചോദ്യങ്ങൾ അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. കേരള ന്യൂസ് 60യുടെ മാധ്യമ ധർമ്മം അത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ധർമ്മമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങൾ നിങ്ങളുടെ ശബ്ദമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.